الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم كنتم خير أمة أخرجت للناس تأمرون بالمعروف وتنهون عن المنكر وتؤمنون بالله ولو آمن أهل الكتاب لكان خيرا لهم منهم المؤمنون وأكثرهم الفاسقون അമാന്യരായ ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടാൻ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്നും ദീനിന്റെ മതനിയമങ്ങളെ കൃത്യമായി പഠിച്ച് സാധ്യമാകുന്ന വിധത്തിൽ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ശരിയായ സിറാത്തുൽ മുസ്തഖീമിലൂടെ തന്നെ ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും സ്വാലിഹീങ്ങളും ഒക്കെ ലോകത്ത് കഴിഞ്ഞുപോയി. പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ തന്നെ 1,00,000-ലധികം വരുന്ന അമ്പിയാക്കന്മാർ വിവിധ ദിക്കുകളിൽ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയി. അവസാനത്തെ പ്രവാചകനായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ലോകത്തേക്ക് നിയോഗിച്ചയച്ചു. അത് ഖിയാമത്ത് നാളിന്റെ ഒരു അടയാളമെന്നോണം ആ പ്രവാചകന്റെ പ്രവാചകത്വം ഒരു അടയാളമായി രേഖപ്പെടുത്തി. ആ പ്രവാചകന്റെ വഫാത്ത് ഖിയാമത്ത് നാളിന്റെ ഒരു അടയാളമായി രേഖപ്പെടുത്തി. പ്രവാചകന്റെ അനുയായി വൃന്ദമാകുന്ന സഹാബത്തിന്റെ നഷ്ടം ഒരു അടയാളമാണ് ഖിയാമത്തിന്റെ എന്ന് സൂചിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിന്, ഈ ഒരു ഖൗമിന്, ഈ ജനതക്ക് നൽകിയ സവിശേഷതകളെ എടുത്തു പറയുന്ന പല വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തിനു മാത്രമുള്ള ചില സവിശേഷത, ലോകത്ത് വന്ന മറ്റു ജനതക്കില്ലാത്തൊരു സവിശേഷതയെ ഖുർആൻ എടുത്തു പറഞ്ഞു. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. ജനങ്ങളിലേക്ക് പുറത്തു വന്ന മനുഷ്യരുടെ കൂട്ടത്തിലെ ഏറ്റവും ഖൈറായ നന്മയുള്ള ഉമ്മത്ത് നിങ്ങളാണ്. അത് പ്രവാചകന്റെ ഉമ്മത്തിന് കിട്ടിയ ക്രെഡിറ്റാണ്. ആ ഏറ്റവും വലിയ സ്ഥാനം ലഭിക്കാനുള്ള കാരണം കൂടെ രേഖപ്പെടുത്തി. തഅ്മുറൂന ബിൽ മഅറൂഫ്, നിങ്ങൾ ജനങ്ങളോട് നന്മ കൽപ്പിക്കുന്നവരാണ്.
വതൻഹൗന അനിൽ മുൻകരി, നിങ്ങൾ തിന്മ കാണുമ്പോൾ അത് തടുക്കുന്നവരാണ്. വതുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ നന്നായി വിശ്വസിക്കുന്നവരുമാണ്. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും അല്ലാഹുവിൽ നന്നായി ശരിയായി വിശ്വസിക്കുകയും ചെയ്യുന്ന നല്ല ഒരു ഉമ്മത്താണ് നിങ്ങൾ. അല്ലാഹുവിന്റെ സർട്ടിഫിക്കറ്റാണ്. എന്നാലും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞാലും ഈ ഉമ്മത്ത് അവസാനക്കാരാണ്. നഹ്നുൽ ആഖിറൂൻ, നമ്മൾ ഈ നാട്ടിലെ ഈ ദുനിയാവിലെ അവസാനത്തെ ഉമ്മത്താണ്. അല്ലവ്വലൂന യൗമൽ ഖിയാമ, എന്നാൽ ഖിയാമത്ത് നാളിൽ ആദ്യമായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതും ഈ ഉമ്മത്തിനെയാണ്. വനഹ്നു അവ്വലു മൻ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ ആദ്യമായി പ്രവേശിപ്പിക്കുന്നതും നമ്മളെയാണ്. ഹദീസുകളിൽ വന്ന വാക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ സമുദായത്തിന്റെ ഈ ഉമ്മത്തിന്റെ സവിശേഷത മറ്റൊന്ന് പറഞ്ഞൊരു മധ്യമ നിലപാടുള്ളവരാണ്. തീവ്രതയുള്ളവരല്ല, ജീർണതയുള്ളവരല്ല, മധ്യമ നിലപാട് സ്വീകരിക്കും. എന്ത് കാര്യത്തിലും, ഇബാദത്തിലും, വിശ്വാസത്തിലും, ആരാധനയിലും തീവ്രത നിറഞ്ഞ പെരുമാറ്റ സ്വഭാവങ്ങൾ അവനിൽ വരാൻ പാടില്ല. എന്നാൽ ജീർണിച്ച സമൂഹമായി അവർ മാറാൻ പാടില്ല. രണ്ടിന്റെയും നടുക്കൊരു സ്ഥാനമുണ്ട്. وَكَذَلِكَ جَعَلْنَاكُمْ أُمَّةً وَسَطًا لِتَكُونُوا شُهَدَاءَ عَلَى النَّاسِ, നിങ്ങളെ അല്ലാഹു തആല ഒരു മധ്യമ നിലപാടുള്ള സമുദായമാക്കിയിട്ടുണ്ട്. അല്ലാഹ് നമ്മളെ പറയാണ്, നിങ്ങളെ ഒരു മധ്യമ നിലപാടുള്ള സമുദായമാക്കിയിട്ടുണ്ട്. നിങ്ങൾ ശുഹദാ അലന്നാസ്, ജനങ്ങൾക്ക് സാക്ഷികളാകാൻ വേണ്ടിയാണ്, മാതൃകകളാകാൻ വേണ്ടിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു കാര്യം പറഞ്ഞു, അക്സറൽ ഉമമി മിൻ അഹ്ലിൽ ജന്ന, സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രവേശിക്കുന്നത് ഈ ഉമ്മത്തിൽപ്പെട്ടവരായിരിക്കും. ഒരു ഹദീസിൽ നിസ്ഫ അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ പകുതി ശതമാനവും ഈ ഉമ്മത്തിലുള്ളവരായിരിക്കും. അതിൽ പെടാൻ ആഗ്രഹം ഉണ്ടാവണം, അതിൽ എൻ്റെ പേരുണ്ടാവണം, ആ സ്ഥാനങ്ങളിൽ എനിക്കൊരു റോൾ ഉണ്ടാവണം. ആ പകുതി ശതമാനത്തിൽ ഒരാളായി മാറാൻ എനിക്ക് കഴിയണം. അവിടെയാണ് നമ്മുടെ ചിന്തയുണരേണ്ടത്. വജുഇലത സുഫൂഫനാ കസുഫൂഫിൽ മലായിക, ഈ ഉമ്മത്തിന്റെ മറ്റൊരു സവിശേഷത രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിന്റെ സഫായുള്ള ഈ ഉമ്മത്തിന്റെ ആരാധനാ കർമ്മങ്ങൾ മലായികത്തുകളുടെ സഫുകൾ കണക്കെയാണ്. നമ്മുടെ സൊഫുകൾ നമസ്കാരത്തിലൊക്കെ ശരിക്കൊന്ന് നമ്മളെക്കുറിച്ച് ആലോചിക്കുക. ഒരു മനുഷ്യന്റെ, മുസ്ലിമിന്റെ നമസ്കാരത്തിന്റെ പൂർത്തീകരണമാണ് സൊഫ്. ആ സൊഫുകൾ പരസ്പരം തൊട്ടു നിൽക്കുക എന്നത് ഹദീസിന്റെ പ്രയോഗമാണ്. നിങ്ങൾക്കൊരാൾ തൊടുമ്പോഴത്തേക്കൊരു അസ്വസ്ഥതയുണ്ടോ? നിങ്ങൾ പ്രവാചകന്റെ കൽപ്പനയോട് വിമുഖത കാണിക്കണം. നിങ്ങൾക്ക് അങ്ങനെ തൊട്ടു നിൽക്കുമ്പോൾ നിസ്കാരത്തിന് എന്തോ ഒരു പന്തികേട് പോലെ തോന്നുന്നുണ്ടോ? നിങ്ങൾ സ്വയം ഒന്ന് ചികിത്സിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ഹദീസിൽ കാണാം, മൻകബുകൾ തമ്മിൽ, ചുമലുകൾ തമ്മിലും, കാലുകൾ തമ്മിലും ചേർന്ന് നിൽക്കണം. അപ്പൊ ആളുകൾ ചോദിക്കും, എന്തിനാ അങ്ങനെയൊക്കെ നിൽക്കുന്നത്? ഹദീസിൽ കാണാം, അതിന്റെ ഇടയിൽ ഒരു വിടവ് വന്നാൽ അവിടെ ശയാത്തീനുകൾ ഉണ്ടാകും, നിങ്ങൾക്ക് വസ്വാസം ഉണ്ടാക്കി തരും. അപ്പൊ കുബുദ്ധികളായ ആളുകൾ ചോദിക്കും, രണ്ട് കാലുകൾ നിങ്ങൾ നേരെ നിൽക്കുമ്പോൾ അതിന്റെ നടുവിൽ ഗ്യാപ്പ് ഉണ്ടല്ലോ, അവിടെ ശൈത്താൻ വരൂലേ? അവിടെ ശൈത്താൻ വരുന്നു പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിൽ ശൈത്താൻ വരുമെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സൊഫിന്റെ ക്രമീകരണം മലായികത്തുകൾ അണിയായി നിൽക്കുന്ന പോലെ എന്തൊരു ഭദ്രമായ കെട്ടുറപ്പാണ്. അതുകൊണ്ടാണ് അതെന്റെ ഉമ്മത്തിന്റെ പ്രത്യേകതയാണ്. വല്ലല്ലാഹു മസ്ജിദാ, എന്റെ ഉമ്മത്തിന് ഭൂമിയിൽ എവിടെ പോയാലും സുജൂദ് ചെയ്ത് നിസ്കരിക്കാൻ പറ്റും. പള്ളിയിൽ തന്നെ പോണമെന്നൊന്നുമില്ല. എവിടെയാണോ നിസ്കരിക്കുന്ന സമയത്ത് എത്തിയതെങ്കിൽ മരുഭൂമിയിൽ നിസ്കരിക്കാം, മണ്ണിൽ നിസ്കരിക്കാം, ജോലി സ്ഥലത്ത് നിസ്കരിക്കാം. ഇതൊക്കെ ആ സാഹചര്യം അനുസരിച്ച്. എന്റെ ഉമ്മത്തിന് മണ്ണ് തൊഹൂറാക്കി കൊടുത്തിട്ടുണ്ട്. ഇത്ര സുവിസ്തരിച്ച് വിശദീകരിച്ച് കാണാൻ സാധിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഉമ്മത്തിൽ നിന്ന് മറ്റു ഉമ്മത്തുകൾക്കില്ലാത്തൊരു സവിശേഷതയാണ് 70,000 ആളുകൾ എന്റെ ഉമ്മത്തിൽ നിന്ന് സ്വർഗത്തിലെത്തും ബിഗൈരി ഹിസാബ്, വിചാരണയില്ലാതെ സ്വർഗത്തിലെത്തുന്ന വിഭാഗമുണ്ട്.
അതിൽ ഹദീസ് വിശദീകരിച്ചിട്ടുണ്ട്. 70,000 ആളുകൾ ചില സവിശേഷ ഗുണങ്ങളുള്ളവരാണ്. മറ്റൊരു ഹദീസിൽ കാണാം, തരിദൂന അലയ്യ ഗുർറം മുഹജ്ജലീന ഗുർറം മിനസ് സുജൂദ്. എന്റെ ഉമ്മത്തിലുള്ള ആളുകൾ വുളു ഉണ്ടാക്കും. നിസ്കാരം ശരിയാവണോ? വുളു ശരിയാകണം. വുളു ശരിയാകണോ? ഷർത്തുകളുണ്ട്. വുളുവിന്റെ മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഫർളുകളുണ്ട്. വുളുവിന്റെ ഉള്ളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വുളുവിന്റെ സുന്നത്തുകളുണ്ട്, കൂടുതൽ മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങൾ. അവയവങ്ങൾ, നമ്മുടെ ശരീരത്തിന്റെ കൈകൾ കഴുകണമെന്ന് പറഞ്ഞു. ശരി, ആ കൈകൾ ഒന്ന് കൂട്ടി ഒന്നുകൂടെ മേലേക്കങ്ങ് കഴുകിയാൽ എന്താ ഗുണം? നാളെ പരലോകത്ത് ഉദൂഇന്റെ അവയവങ്ങൾ തെളിച്ചമുള്ളതായി, വെളിച്ചത്തോടെ ജ്വലിച്ചു നിൽക്കുന്നതായി നാളെ എന്റെ ഉമ്മത്തിലെ ആളുകളുടെ ഉദൂഇന്റെ അവയവങ്ങൾ ജ്വലിച്ചു നിൽക്കും. പിശുക്കണ്ട, പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ചെയ്തോ. മുഖം കഴുകണം എന്ന് നമ്മളോട് പറഞ്ഞു. മുഖത്തുള്ളതെല്ലാം കഴുകണം. മൂക്ക് കഴുകണം, വായ കഴുകണം, പല്ല് തേക്കണം, വായയിൽ വെള്ളം കുപ്പിക്കണം, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം. മൂക്ക് എന്താ ചെയ്യണത്? വെറുതെ ഇങ്ങനെ പിടിച്ചിങ്ങനെ പെടയാണ്, ആവില്ല. മൂക്കിലേക്കൊന്ന് വെള്ളം വലിക്കണം, എന്നിട്ട് ഇടത് കൈ കൊണ്ട് വലിച്ച് കഴുകണം. തല ശരിയാവണ്ണം തടവാൻ പറഞ്ഞു, തല മൊത്തം തടവാൻ പറഞ്ഞു. തല തടവുന്നുണ്ടോ? മുടി മാത്രാണോ തടവുന്നത്? ഞാൻ പറഞ്ഞു വന്നത്, അവയവങ്ങൾ, വുദൂഇന്റെ അവയവങ്ങൾ വരെ എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾക്ക് നാളെ പരലോകത്ത് തിളങ്ങുന്നതായി കാണിച്ചു കൊടുക്കും. വഖുർറം മിനസ് സുജൂദ്, 7 അവയവങ്ങൾ കൊണ്ട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. ആ അവയവങ്ങൾ പ്രത്യേകമായി നാളെ പരലോകത്ത് തിളങ്ങുന്നതായി കാണിക്കപ്പെടും. വഅഖല്ല അമലുൻ വഅക്തറു അജ്റാ, കുറഞ്ഞ സൽക്കർമ്മം ചെയ്താലും കൂടുതൽ പ്രതിഫലം എന്റെ ഉമ്മത്തിലുള്ളവർക്കുണ്ട്. 100 ഇരട്ടി 700 ഇരട്ടി വരെ കൂലിട്ടുന്ന കാര്യങ്ങളുണ്ട്. ഒരു നന്മക്ക് 10 ഇരട്ടി കൂലിയുള്ള സംഭവങ്ങളുണ്ട്. ചെറിയ കുറച്ചു കാലത്തെ നന്മ കൊണ്ട് ധാരാളം വമ്പിച്ച പ്രതിഫലം എന്റെ ഉമ്മത്തിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നല്ലാഹ തജാവസ അൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾക്ക് അല്ല പുറത്തു കൊടുക്കും, വിട്ടുകൊടുക്കും അവർ ചെയ്യുന്ന തെറ്റ്. ആർക്കാണ്? അൽ ഖതാ, അബദ്ധത്താൽ സംഭവിച്ചത്. അറിയില്ല, ഇത് തെറ്റാന്നറിയില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊന്നും അറിയില്ലായിരുന്നു. അബദ്ധത്താൽ വല്ലതും സംഭവിച്ചാൽ എന്റെ ഉമ്മത്തിൽപ്പെട്ടവർക്ക് മാപ്പുണ്ട്. വന്നിസിയാൻ, മറവി കാരണം കൊണ്ട് വല്ലതും സംഭവിച്ചു പോയാൽ അവന് മാപ്പുണ്ട്. വമസ്തുകിരിഹു അലൈഹി, നിർബന്ധിതമായ ഒരു സാഹചര്യം കൊണ്ട് വല്ല വേണ്ടാത്തരങ്ങൾ ചെയ്യേണ്ട ഗതികേട് വന്നാൽ അത്തരം സാഹചര്യങ്ങളെ അറിഞ്ഞുകൊണ്ട് അവന് ചില ഇളവുകൾ അള്ളാന്റെ അടുത്തുണ്ട്. അത് അള്ളാഹുവിന് അറിയാം ആ സാഹചര്യം എന്താണെന്നുള്ളത്. മാത്രമല്ല, നാളെ പരലോകത്ത് പ്രത്യേകമായി സിറാത്ത് എന്ന സ്ഥാനമുണ്ടല്ലോ, ഒരു പദവി ഉണ്ടല്ലോ, സിറാത്ത് എന്ന പാത സഞ്ചരിക്കാർ. ഫഅകൂനു അന വ ഉമ്മത്തി അവ്വല മൻ യുജീസ്, ഞാനും എന്റെ ഉമ്മത്തുമായിരിക്കും ആദ്യമായി സിറാത്ത് കടന്നു പോകുന്നവർ. ഇതൊക്കെ വായിക്കുമ്പോ ഇത് നമ്മളെ കുറിച്ചാണ്. എന്റെ ഉമ്മത്ത്, എന്നെ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ അടങ്ങുന്നവരാണ്. ഇനി ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാവരും പെടുന്നതാണിത്. സിറാത്ത് കടക്കുന്നവർ എന്റെ ഉമ്മത്തിൽ നിന്നായിരിക്കും ആദ്യപടി. അതേപോലെ തന്നെ എന്റെ ഉമ്മത്തിന് എപ്പോഴെങ്കിലും വുളൂ ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെട്ടാൽ പകരമായി അവർക്ക് വെള്ളത്തിന് പകരം തയമ്മും, ഇതൊന്നും മറ്റു ഉമ്മത്തിന് കിട്ടാത്ത, അവർക്ക് കിട്ടിയിട്ടില്ല. ഇത് എന്റെ ഉമ്മത്തിന് അല്ലാഹു കൊടുത്ത ചില ആനുകൂല്യങ്ങളാണ്. ജംഉം ഖസ്റുമായി നമസ്കരിക്കാനുള്ള ആനുകൂല്യം എന്റെ ഉമ്മത്തിന് കിട്ടിയതാണ്. നോമ്പ് പോലും പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത് മുമ്പ് വന്ന പല തലമുറകൾക്കും നോമ്പുണ്ടായിരുന്നു. ഉമ്മത്തിലൊക്കെ നോമ്പെന്ന് പറയുന്ന ഇബാദത്തുണ്ടായിരുന്നു. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ നോമ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു ദിവസം നോമ്പെടുക്കും, അടുത്ത ദിവസം നോമ്പ് വിടും. ഒന്നിടവിട്ട ദിവസങ്ങളിലായിരുന്നു നോമ്പ്. അപ്പൊ ഒരു കൊല്ലത്തിൽ എത്ര നോമ്പുണ്ടാവും ആലോചിച്ച് നോക്ക്. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ഉമ്മത്തിന് നോമ്പ് കൊടുത്തിരിക്കുന്നത് കേവലം 12 മാസത്തിൽ 1 മാസം മാത്രം, അതിന്റെ പകലിൽ മാത്രമാക്കി ചുരുക്കി കൊടുത്തു. പക്ഷേ ആ ഇബാദത്തിന്റെ സ്ഥാനം വിശദീകരിച്ച പണ്ഡിതന്മാർ കൃത്യമായി പഠിപ്പിക്കണം. ആ ഒരു നോമ്പുണ്ടല്ലോ, അതിന്റെ ദറജ വലുതാണ്. മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ്
ഒരു ദിവസം ഒരാൾ നോമ്പ് നോറ്റാൽ ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫാ 70 വർഷക്കാലം നരകത്തിൽ നിന്ന് അവനെ അല്ലാഹു അകറ്റുന്നതാണ്. 70 കൊല്ലം അവനെ ഒരു നോമ്പ് കൊണ്ട് നരകത്തിൽ നിന്ന് അകറ്റുന്നതാണ്. 10 ദിവസം നോമ്പെടുത്താൽ, ഫർളാവട്ടെ സുന്നത്താവട്ടെ, ഇത് വെച്ചോ, 10 ദിവസം ഒരാൾ നോമ്പെടുത്താൽ 700 വർഷം അയാൾ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയാണ്. 30 ദിവസം നോമ്പെടുക്കാൻ അൽഹംദുലില്ലാഹ് കഴിഞ്ഞാൽ 2100 വർഷക്കാലം നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയാണ്. ഏതാ നരകം? വില കൊടുത്താൽ രക്ഷപ്പെടാൻ കഴിയില്ല, എന്തെങ്കിലും റെക്കമെൻഡേഷൻ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയൂല, ഒരാൾക്കും ഒരു സഹായവും ചെയ്യാൻ കഴിയാത്ത അള്ളാഹുവിന്റെ അദാബിന്റെ ലോകമായ നരകത്തുനിന്ന് ഒരു അടിമയെ അള്ളാഹു അകറ്റുകയാണ് ഒരു നോമ്പങ്ങ് നോൽക്കുന്നതോടെ. സ്വഹാബത്ത് വന്ന് പലപ്പോഴും നബിനോട് ചോദിക്കും, നബിയെ, ഞങ്ങൾക്ക് ചില സൽക്കർമ്മങ്ങളൊന്ന് പഠിപ്പിച്ചു തരാമോ? ഞങ്ങൾക്ക് സ്വർഗം ലഭിക്കാൻ പറ്റുന്ന, ഞങ്ങൾക്ക് ഏറ്റവും വലിയ സമ്മാനമായി നേടാൻ പറ്റുന്ന സൽക്കർമ്മം പറയാൻ പറ്റുമോ? അലൈക ബിസ്സൗം, നിങ്ങൾ നോമ്പ് നോറ്റോളൂ. ഫഇന്നഹു ലാ മിസ്ല ലഹു, അതിന് സമാനമായ മറ്റൊരു ഇബാദത്ത് ഇല്ല. എന്തൊരു സഹനമാണ്, എന്തൊരു ക്ഷമയാണ് നോമ്പ് പഠിപ്പിക്കുന്നത്. ഇതിന് സമാനതകളില്ല, നിങ്ങൾ നോമ്പെടുത്തോളൂ. ജഅലല്ലാഹു ബൈനഹു വബൈനൻ നാരി ഖന്ദക കമാ ബൈനസ് സമാഇ വൽ അർള്. ആകാശത്തിന്റെയും ഭൂമിന്റെയും ഇടയിൽ ഒരു ഖന്ദഖ്, ഒരു കിടങ്ങുണ്ടാക്കിയതുപോലെ ഒരു നോമ്പ് നോറ്റാൽ അത്രയും വിദൂരതയിലേക്ക് നരകത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റും. നല്ല നിയ്യത്തോടുകൂടെ, നല്ല താല്പര്യത്തോടുകൂടെ, ഈമാനം വഹ്തിസാബൻ എന്ന് പറഞ്ഞ പോലെ നല്ല പ്രതിഫല പ്രതീക്ഷയോടെ ഈമാനോടെ നോമ്പ് നോറ്റു. മറ്റൊരു ഹദീസിൽ മസീറത മിഅത ആം, 100 വർഷക്കാലം നരകത്തുനിന്ന് അകറ്റും. ഇതൊക്കെ റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും. ഉലമാക്കന്മാര് പറയാണ്, എന്താ നോമ്പിന് ഇത്ര പ്രതിഫലം? എന്താ മറ്റുള്ളതിന് ഇല്ലാത്ത ഒരു നേട്ടം ഇതിനെന്താ ഇങ്ങനെ കൊടുക്കാൻ കാരണം? വഖാലൽ ഉലമാ, ഉലമാക്കന്മാര് പറയാണ്, സലാസത്തു അൻവാഇൻ ഫിസ്സബ്രി, 3 ക്ഷമയാണ് നോമ്പുകാരന് വരുന്നത്. നമുക്കുണ്ടോ നോക്കണം. 1 അസ്സബ്റു അലാ ത്വാഅത്തില്ലാഹ്, അല്ലാഹനെ അനുസരിക്കാനുള്ള ക്ഷമ. എല്ലാം വെള്ളമുണ്ട്, ഭക്ഷണമുണ്ട്, എല്ലാ സൗകര്യമുണ്ട്, കുടിക്കണില്ല. അസ്സബ്ർ, നല്ല ക്ഷമയാണ് നന്മ ചെയ്യാൻ. വഅൻ മഅസിയത്തില്ലാഹ്, അല്ലാഹനെ ധിക്കരിക്കാനുള്ള ആ കാര്യത്തിൽ നിന്ന് അവൻ ക്ഷമിക്കുകയാണ്. വേണമെങ്കിൽ നോമ്പ് മുറിക്കാം, ആരറിയാൻ? വേണമെങ്കിൽ വേണ്ടാത്തരങ്ങൾ അവന് പ്രവർത്തിക്കാം, ആരും അറിയില്ല. പക്ഷെ എന്നിട്ടും തെറ്റുകളിൽ നിന്ന് അവൻ മാറി നിൽക്കുന്നതിന്റെ ക്ഷമയുണ്ട്. വഅലാ ഖദാരില്ലാഹ്, അല്ലാഹുവിന്റെ വിധിയിൽ അവൻ വിശപ്പിൽ, ദാഹത്തിൽ കൺട്രോൾ ചെയ്ത് വികാരങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന ക്ഷമയുണ്ടല്ലോ. ഈ ക്ഷമയെല്ലാം നോമ്പുകാരനുണ്ട്. ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. അതുകൊണ്ട് കണക്കില്ല, ക്ഷമിക്കുന്ന ആളുകൾക്ക് കണക്കില്ലാത്ത പ്രതിഫലം അല്ലാഹു രേഖപ്പെടുത്തും. എത്ര നല്ല ക്ഷമയാണ് നോമ്പുകാരനെ പഠിപ്പിക്കുന്നത്. നമ്മൾ ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ശരിയായ രൂപത്തിൽ നല്ല നോമ്പുകാരനായി മാറാൻ വേണ്ടുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ലേ? കഴിഞ്ഞ കാലങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞുപോയി. വരുന്ന നാളുകൾ, വരുന്ന റമദാന്, വരുന്ന നോമ്പൊക്കെ എന്തെങ്കിലും ഒരു പുതിയ നന്മയും ഊർജവും പകരുന്നതായി നമുക്ക് മാറ്റേണ്ടതുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ ഒരു മാസത്തിൽ 3 നോമ്പ് നോൽക്കുന്നതുമായി ബന്ധപ്പെട്ട്, ഏതെങ്കിലും ദിവസത്തിൽ 3 നോമ്പ് നോൽക്കുന്ന സുന്നത്തുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞപ്പോ, ആ നോമ്പ് കൊണ്ട് മനുഷ്യന്റെ മനസ്സിനകത്തുള്ള പകയും വെറുപ്പുമൊക്കെ നീങ്ങിക്കിട്ടും. മനുഷ്യനൊന്ന് നന്നാകും, അവന്റെ ക്രൂരമായ അവസ്ഥകൾക്കെല്ലാം ഒരു മാറ്റം വരും. അവന്റെ ജീവിതത്തെ ശരിയായ ഒരു നല്ല ചിട്ടയുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ഈ ഇബാദത്ത് അവന് ട്രെയിനിങ് കൊടുക്കും. ഇമാം മനാവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഫൈദുൽ ഖദീർ എന്ന പുസ്തകത്തിൽ പറയാണ്, ഈ ജീവിതത്തിൽ പടച്ചോൻ തന്ന ആയുസ്സെങ്ങാനും നോമ്പ് കൊണ്ടങ്ങ് തീരുകയാണെങ്കിൽ, നോമ്പ് പോയിട്ട് അങ്ങോട്ട് മരിച്ചാണ് പോവുകയാണെങ്കിൽ,
അല്ലെങ്കിൽ ഒരാൾ നോമ്പ് തോറ്റ് വൈകുന്നേരം മഗ്രിബിന് നോമ്പ് തുറന്നതിന് ശേഷമാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിലെത്തും. മഅസ്സാബിഖീനൽ അവ്വലീൻ, മുൻഗാമികളായ പൂർവികന്മാരായ ആദ്യ ആളുകൾ സ്വർഗത്തിലെത്തിയതുപോലെ നോമ്പുകാരനായി മരിച്ചാൽ, നോമ്പ് നോറ്റതിന് ശേഷം ഉടൻ മരിച്ചാൽ വലിയ ദറജയാണ് അവനെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ നോമ്പുകാലത്തും നമ്മൾ നല്ല അതപോടെ ആ നോമ്പ് പൂർത്തിയാക്കാൻ ശ്രമിക്കണം. ഭക്ഷണം കഴിക്കരുത്, വെള്ളം കുടിക്കരുത്, ലൈംഗിക ബന്ധം പാടില്ല എന്നൊക്കെ പറഞ്ഞ പോലെ അനാവശ്യമായ വാക്കും പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്തുനിന്ന് വരരുത്. 4 കൊല്ലമായി ഞാൻ നിങ്ങളുടെ പള്ളിയിൽ ഖതീബായിട്ട് നിൽക്കുന്നു. ഇവിടുത്തെ കച്ചവടക്കാരെയും വ്യക്തികളെയും കുടുംബങ്ങളെയും പരിചയപ്പെട്ടത് മുതൽ നമുക്ക് ഓരോരുത്തരെയും അറിയാം. സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ നോമ്പുകാലത്ത് പോലും നമ്മുടെ സംസാരങ്ങൾ, നമ്മൾ ചെയ്തു കൂട്ടുന്ന പ്രവർത്തനങ്ങൾ, മറ്റുള്ളവരോട് കയർത്തും കുമ്പുവെച്ചും സംസാരിക്കുന്ന പ്രവർത്തനങ്ങൾ, കച്ചവടക്കാർ ഉണ്ടാക്കുന്ന ബഹള കോലാഹലങ്ങൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസാണ്. ഒരാൾ അവന്റെ മോശം പ്രവർത്തനങ്ങൾ, മോശം സംസാരങ്ങൾ അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ فليس لله حاجة في أن يدع طعاما وشرابا, അവന്റെ ഭക്ഷണമോ വെള്ളമോ ഒഴിവാക്കുന്നതിന് അല്ലാഹുവിന് ആവശ്യമില്ല. അങ്ങനത്തെ ഒരു നോമ്പ് വേണ്ടെന്നാണ്. അങ്ങനത്തെ വ്യക്തികളുടെ നോമ്പ് വേണ്ട. അവൻ പൂർണ്ണമായി നന്നാകാൻ മനസ്സുണ്ടെങ്കിൽ നോമ്പ് പറ്റാൻ മതി. അപ്പൊ അത് കേവലം പട്ടിണി അടക്കാനുള്ള നോമ്പല്ല. കഴിഞ്ഞ റമദാനിലൊക്കെ എത്രയോ ആളുകൾ നിസ്കാരം പോലും, അസർ നമസ്കാരം പോലും മഗ്രിബിന്റെ സമയത്ത് അവൻ നിസ്കരിക്കുന്നത്. മഗ്രിബി ബാങ്ക് കൊടുത്താൽ അവിടുന്ന് ഇറങ്ങിപ്പോവും. എന്നിട്ട് പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഇശാന്റെ സമയത്ത് കയറി വരും. ആള് നോമ്പാണ്. എന്താണ് ഈ നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തു മാറ്റമാണ് ഉദ്ദേശിക്കുന്നത്? കേവല ചടങ്ങാണോ? പട്ടിണി അടക്കലാണോ നോമ്പ്? ഉലമാക്കന്മാര് വായിക്കുന്നുണ്ട്, അൽ ബറക്കത്തു ഫി സലാസിൻ, നോമ്പുകാരാ ഒരു സുന്നത്തും നീ കളയരുത്, ഒരു പുണ്യവും വെറുതെ കളയരുത്. നിനക്ക് 3 കാര്യത്തിൽ ബറക്കത്തുണ്ട്. ഫിൽ ജമാഅത്തി, ജമാഅത്തായുള്ള പ്രവർത്തനങ്ങളിൽ, വസ്സരീദ്, സരീദ് എന്ന് പറയുന്ന ഭക്ഷണത്തിൽ, വസ്സുഹൂർ, അത്താഴത്തിൽ നിനക്ക് ബറക്കത്തുണ്ട്. ഒരിറുക്ക് വെള്ളമെങ്കിലും നീ കുടിക്കണം. എനിക്കെന്റെ ആവശ്യമില്ല. ചിലർ പറയും, ചിലർ ഉറക്കം നഷ്ടമാകരുതല്ലോ എന്ന് കരുതിയിട്ട് അത്താഴം അങ്ങോട്ട് വേണ്ടാന്ന് വെക്കും. അള്ള തരുന്ന ബറക്കത്ത് വേണ്ടാന്ന് വെക്കാൻ നമ്മൾ ആരാ? അവിടെ എണീക്കണം. എന്തെല്ലാം ചെയ്യാനുണ്ട് ആ സമയത്ത് നമുക്ക്. നമ്മളെ ഈ എല്ലാ റമദാനുകളിൽ എന്ന പോലെ തന്നെ നമ്മളെ നശിപ്പിക്കുന്ന 2 കാര്യങ്ങളാണ്. 1 ഉറക്കം, 2 മൊബൈല്. ഈ 2 സാധനങ്ങളിൽ കൃത്യമായ നിയന്ത്രണം ഇല്ലെങ്കിൽ കഴിഞ്ഞ റമദാൻ പോലെ തന്നെ ആയിരിക്കും. കഴിഞ്ഞങ്ങോട്ട് പോയതിനു ശേഷം നമ്മളിങ്ങനെ ഇരുന്ന് വരപ്പിച്ച് കുറെ സമയം വെറുതെ പോയി. കുറെ ഇരുന്നുറങ്ങും, കുറെ കിടന്നുറങ്ങും, കുറെ മേശമ്മ കൈവച്ചുറങ്ങും. നമ്മൾ ശരിക്ക് ചിന്തിച്ചു നോക്കി. ഇതിന് തയ്യാറല്ലെങ്കിൽ അത്താഴത്തിന്റെ പുണ്യം മനസ്സിലാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമായിരുന്നു സരീദ്. പാലും റൊട്ടിയും ഒക്കെ മിക്സറാക്കിയിട്ട് ഇന്നും മിസ്റിലും ഫലസ്തീനിലും ജോർദാനിലും ഒക്കെ ഉണ്ട്. അൽ ഫത്ത എന്നാണ് ആ ഭക്ഷണത്തിന്റെ പേര്. ഇറാഖിലൊക്കെ ചെന്നാൽ അവർ ഫിതാത്ത് എന്ന് വിളിക്കുന്ന ഒരു ഭക്ഷണം, അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം, നബിതങ്ങളുടെ ഇഷ്ടവിഭവമായിരുന്നു എന്നർത്ഥം. നോമ്പിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താ? തടി ഉറക്കലാണോ? വെയിറ്റ് ലോസ് ആണോ? രോഗം മാറ്റലാണോ? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ള ഭക്തരായി, നല്ല മനസ്സിന്റെ ഉടമകളായി, സകല ഹറാമെന്നൊഴിവായി സകല നന്മയിലും കുതിച്ചുയരുന്നൊരു മനസ്സുണ്ടാകാൻ വേണ്ടിയാണ്. ആരോഗ്യപരമായി കുറേ നേട്ടങ്ങൾ ഉണ്ടാവും, അത് വേണ്ടെന്നല്ല, അത് വേണം. അതിനേക്കാൾ ഉപരിയായി മനസ്സിന്റെ തഖ്വയും ഈമാനിലുമുള്ള വലിയ മാറ്റമാണ് നമുക്ക് ആവശ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല വരാനിരിക്കുന്ന നിർബന്ധമായ നോമ്പിന്റെ സന്ദർഭത്തിലേക്ക് വരാനും പുണ്യങ്ങളെല്ലാം കൃത്യമായും മുടങ്ങാതെ ചെയ്യുവാനുമുള്ള ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി
അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് ഇസ്ലാമിക കാര്യങ്ങളെ ശ്രദ്ധയോടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് എന്നെ മറക്കാതെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ 12 മാസങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 11 മാസങ്ങളുടെ പേര് പറഞ്ഞിട്ടില്ല. ഒരു മാസത്തിന്റെ പേരെടുത്ത് പറഞ്ഞിട്ടാണ് ഖുർആൻ ആ മാസം പരിചയപ്പെടുത്തിയത്. ഷഹ്റു റമളാൻ. റമള എന്ന വാക്കിന്റെ അർത്ഥം കരിച്ചു കളയുക എന്നാണ്. റമള എന്ന വാക്കിന് പോലും അർത്ഥം. ഈ മാസത്തിന്റെ പേര് ഖുർആനിനകത്ത് വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഖുർആൻ അവതീർണമായ മാസം എന്നൊക്കെ സൂചിപ്പിച്ചിട്ട് ഹദീസിലൊക്കെ പറഞ്ഞത് ഈ മാസത്തിന്റെ സവിശേഷത വലില്ലാഹി ഉതഖാഉ മിനന്നാർ. എല്ലാ ദിവസവും റമദാനിലെ 1 മുതൽ 30 വരെയും നരകത്തിൽ നിന്ന് മോചനമുണ്ട്. 10 ഏതെങ്കിലും ഒരു 10 റമദാൻ മൊത്തം മനുഷ്യരെ നമ്മുടെ പേര് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള മാർഗമുണ്ട് എന്നാ പറഞ്ഞത്. ഉതഖാഉ മിനന്നാർ. സാധാരണഗതിയിൽ ഒരു ഉംറ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് കഫാറത്താണ്, പാപമോചനമാണ്, ധാരാളം പുണ്യമുണ്ട്. വഉംറത്തുൻ ഫീ റമദാന. റമദാനിൽ ഒരു ഉംറ ചെയ്യാൻ കഴിഞ്ഞാൽ തഖ്ദീ ഹജ്ജതൻ മഈ. എന്റെ കൂടെ ഹജ്ജിന്റെ പ്രതിഫലമാണ്. അത് റമദാനിൽ ചെയ്യുന്ന ഇബാദത്തിന്റെ പ്രത്യേകതയാണ്. അതേപോലെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പഠിപ്പിച്ച ധാരാളം ഹദീസുകൾ വായിച്ചാലൊക്കെ കാണാൻ സാധിക്കും. ഇത് ധാരാളം ചെലവഴിക്കുന്ന ഏത് മനുഷ്യന്റെയും മനസ്സ് ലോലമായി സ്വതക്ക ചെയ്യാനും ദാനം ചെയ്യാനും ചെലവഴിക്കാനും മടിയില്ലാത്തൊരു മാസമാണ് ലൈലത്തുൽ ഖദ്രി. ഈ റമദാനിലായിരിക്കും ലൈലത്തുൽ ഖദ്ർ ഉണ്ടാവുക. നേരത്തെ പറഞ്ഞ പോലെ ഈ ഉമ്മത്തിലുള്ള ആളുകൾക്ക് ലഭിച്ച മറ്റൊരു ഗുണമാണ് ലൈലത്തുൽ ഖദ്ർ എന്ന ഗുണം. ഈ ഉമ്മത്തിന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. 1000 മാസത്തേക്കാൾ പുണ്യമുള്ള ഒരു രാവ് കിട്ടിയത് ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരു ചാൻസാണ്. നമ്മുടെ ആയുസ് കൊണ്ട് നേടാൻ കഴിയാത്ത അത്രയും വലിയ പ്രതിഫലം അല്ലാമ ഇബ്നു ഖയ്യിം അൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകരൊക്കെ ജീവിച്ചത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റമദാനിൽ വന്നുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഓതി നോൽപ്പിക്കുന്നു, മുഴുവനായും ഒന്ന് ഓതിപ്പിക്കുന്നു. അതേപോലെ തന്നെ നബിതങ്ങൾ അടിച്ചു വീശുന്ന കാറ്റിനെ പോലെ സ്വതക്കകൾ അധികരിപ്പിക്കുന്നു. വൽ ഇഹ്സാൻ, ധാരാളം നന്മകൾ ചെയ്യുന്നു. വതിലാവത്തിൽ ഖുർആൻ, നന്നായി ഖുർആൻ ഓതുന്നു. വസ്സലാത്ത് വദ്ദിക്രി, സ്വലാത്തും ദിക്റുകളും ഒക്കെ അധികരിക്കുന്നു. വൽ ഇഅ്തികാഫ്, മറ്റു മാസങ്ങളിലൊന്നുമില്ലാത്ത വിധേന റമദാനിൽ നന്നായി ഇഅ്തികാഫ് ഇരിക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. നമ്മളൊന്ന് മനസ്സിരുത്തി പ്ലാൻ ചെയ്യണം. ഈ റമദാൻ എനിക്ക് സുഹൃത്തങ്ങൾ ചെയ്യാൻ പറ്റണം, മറ്റു തിരക്കുകളൊക്കെ ഇല്ലാതെയാക്കണം. എൻ്റെ ഈ വരുന്ന ദിനരാത്രങ്ങളെ എനിക്കൊന്ന് നല്ലപോലെ എൻ്റെ ജീവിതത്തിൽ ആയുസിന്റെ ഇടയിൽ കിട്ടുന്ന അപൂർവ നിമിഷങ്ങളാണ്, ഞാനൊന്ന് ശരിയാക്കണമെന്ന് ഓരോരുത്തരും മറ്റൊരാൾ നിർബന്ധിച്ചത് കൊണ്ടല്ല, സ്വയം ഒന്ന് വിലയിരുത്തിയിട്ട് മാറാൻ ചെറുപ്പക്കാരെ, പ്രിയ രക്ഷിതാക്കളെ നമ്മളൊന്ന് മനസ്സിരുത്തുക. ആയുസ് എന്ന് പറയുന്നത് എത്ര പെട്ടെന്നാ തീർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് സമയത്താ മനുഷ്യൻ കുഴഞ്ഞു വീഴുന്നത്, എപ്പോഴാ മരിക്കുന്നത്, ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. മഹാരഥന്മാരായ ഉലമാക്കന്മാര് പറയാണ്, റമദാൻ വന്നാൽ നമുക്ക് 3 കാര്യങ്ങൾ അധികരിക്കാൻ കഴിയണം. 3 കാര്യങ്ങൾ നമുക്ക് കൂടണം. ഒന്ന് അൽ-ഈമാൻ, ഈമാൻ കൂടണം. നമ്മുടെ ഈമാൻ ഇതുവരെ ഇല്ലാത്ത ഒരു ഈമാൻ ഇങ്ങനെ കൂടിയെന്നറിയാം. നിസ്കാരം സമയബന്ധിതമായി അവന്റെ ഫറളടക്കമുള്ളത് ജമാഅത്തായി അവന് പങ്കെടുക്കും. സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ പറ്റുന്നതൊക്കെ അവൻ ചെയ്യും. അവന് നന്നായി ഖുർആൻ, അതാണ് അവന്റെ ഈമാൻ അങ്ങനെ അധികരിക്കുന്നതായിരിക്കണം ഒരു റമദാൻ. 2 അൽ അമൽ, അതുപോലെ തന്നെ ധാരാളം സുഹൃതങ്ങൾ. ഈമാൻ കൂടിയാൽ എന്തായിരുന്നാലും അമലു സ്വാലിഹാത്തുകൾ കൂടും. ളുഹാ നിസ്കരിക്കാത്തവൻ ളുഹാ നമസ്കാരം തുടങ്ങും. തഹജ്ജുദ് നമസ്കരിക്കാത്തവൻ തഹജ്ജുദ് നമസ്കാരം ആരംഭിക്കും. ദിക്റുകളും സ്വലാത്തുകളും ദാനം ചെയ്യലിലും അടക്കമുള്ള ധാരാളം പിന്തിരിഞ്ഞ് നടന്നിരുന്ന, ഒഴിവാക്കി വെച്ചിരുന്ന സുന്നത്തുകളെ മുഴുവൻ അമലു സ്വാലിഹാത്തുകൾ കൊണ്ട് റമദാൻ അധികരിപ്പിച്ചു കൊണ്ടുപോകണം. 3 അൽ ഇൽം, നല്ല ഒരു പിടി അറിവുകൾ ശേഖരിക്കാൻ റമദാൻ അവനെ കൊണ്ട് പറ്റണം.
ദീനിയായ സദസ്സുകൾ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തണം. ക്ലാസ്സുകൾ ഇങ്ങനെ വെക്കും, ഇരിക്കണോൻ ഇരിക്കും, അല്ലാത്തവൻ എണീറ്റ് പോവും. എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് പറയും എന്ത് ക്ലാസ്, എപ്പോ നോക്കിയാലും. വന്ന് ഇരിക്കുന്നവർക്ക് പരാതിയില്ല, പുറത്തിറങ്ങി ഇരിക്കാത്തവന് ഭയങ്കര പരാതിയാ. എൻ്റെ സുഹൃത്തുക്കളെ, റമദാൻ നമുക്ക് ഒരുപാട് ഇൽമുണ്ടാക്കി തരും. ഒന്ന് വായിക്കാൻ മെനക്കെട്ട് നോക്ക്. പഠിക്കാൻ എത്രയോ ഫാക്കൽറ്റികൾ നമ്മുടെ മുമ്പിലുണ്ട്. വായിക്കാൻ എത്രയെത്ര കിതാബുകളുണ്ട്. എന്തെല്ലാം വിഷയങ്ങൾ നമുക്ക് തിരുത്താനുണ്ട്. നല്ല പോലെ ഇൽമ് അധികരിപ്പിക്കാൻ ഈ റമദാൻ കൊണ്ട് നമുക്ക് സാധ്യമാക്കണം. ഇൻഷാ അല്ലാഹ് ഞാൻ വിശദീകരിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് മഗ്രിബ് നമസ്കാര ശേഷം നമ്മുടെ പള്ളിയിൽ വെച്ചുകൊണ്ട് റമദാനുമായി ബന്ധപ്പെട്ടൊരു വിജ്ഞാനവേദി നടക്കുന്നുണ്ട്. കുടുംബം, പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകൾ അതിൽ പങ്കെടുപ്പിക്കണം. അവർ തിരുത്തേണ്ടുന്ന ധാരണകൾ ഒരു ക്ലാസ് അവർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ പ്രാദേശികമായ ചില കാര്യങ്ങളെ ശരിയാവണ്ണം ബോധ്യപ്പെടുത്താൻ കുടുംബസമേതം എല്ലാവരും അതിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ പരിചയത്തിലുള്ള അന്യ സംസ്ഥാന തൊഴിലാളികളുണ്ടെങ്കിൽ അവർക്കും ഈ റമദാൻ മികച്ച ഒരവസ്ഥയിലേക്ക് മാറ്റണം. നമ്മുടെ പള്ളിയിൽ ചുരുങ്ങിയത് ഓരോ ജുമാക്കും ജമാഅത്തിനൊക്കെ 20ഉം 25ഉം ആളുകളൊക്കെ ആ രൂപത്തിൽ കടന്നു വരുന്നവരുണ്ട്. നിങ്ങളുടെയൊക്കെ കീഴിൽ ഒരുപാട് പണിക്കാരുണ്ടാകും. അവർക്കൊരു ദീന് കിട്ടണം. നമ്മൾ അവരുടെ നാട്ടിലേക്ക് സംഭാവന കൊടുക്കുന്നവർ മാത്രമല്ല, അവരുടെ നാട്ടിലുള്ള മനുഷ്യന്മാർക്ക് അല്പം ദീനീ ബോധം കൂടി കൊടുക്കണം. പരിചയമുള്ളവരെയൊക്കെ അതിലേക്ക് ക്ഷണിക്കുക. നമ്മുടെ പള്ളിയുടെ കീഴിൽ ഇഫ്താർ കിറ്റ് പാവപ്പെട്ടവന്റെ വീടുകളിലേക്കുള്ള ആ കിറ്റിന്റെ പ്രവർത്തനം പ്രോഗ്രസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര പേരതിനോട് സഹകരിച്ചു എന്നറിയില്ല. ഒരുപാട് ആളുകൾ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ നന്മയും ഹൈറും ബറക്കാത്തും ചെയ്യുമാറാകട്ടെ. പള്ളി പരിപാലനത്തിന്റെ മെയിൻ്റനൻസ് വർക്കുകൾ ഇന്നും തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫണ്ടുമായി ബന്ധപ്പെട്ട് നമ്മുടെ പള്ളിയാണ് അല്ലാഹുവിന്റെ ഭവനമാണ് എന്ന ഓർമ്മപ്പെടുത്തലോടെ എല്ലാ ഇബാദത്തുകൾക്കും സജ്ജമാക്കാൻ വേണ്ടി നമ്മൾ ഒന്നുകൂടെ തൻ്റെ സമ്പാദ്യത്തിൽ നിന്നൊരു നല്ല വിഹിതം റമദാൻ വരുന്നതിന് മുമ്പ് തന്നെ ഒരു തുടക്കം കുറിക്കാൻ നമുക്ക് സാധ്യമാവുക. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഒരു സഹോദരൻ കറണ്ട് ബില്ല് നമുക്ക് എത്ര സംഖ്യ വന്നാലും അദ്ദേഹം അത് ചെയ്യാമെന്ന് നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം ഈ ഒരു പള്ളിയിൽ ഒരു വക്ത് പോലും നമസ്കരിച്ചിട്ട് പോലും ഉണ്ടാകില്ല. നമ്മൾ നമ്മുടെ പള്ളിക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന് സ്വന്തത്തോട് ചോദിക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ നിലക്കുമുള്ള സഹായ സഹകരണങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഒരുപാട് ആളുകൾ നമ്മളോട് വളരെ അത്യന്തികം നമുക്കൊക്കെ എല്ലാ മാസവും വരസിംഗ് നൽകിയിരുന്ന ഒട്ടനേകം ആളുകൾ നമ്മെ വിട്ടു പിരിഞ്ഞു പോയി. കഴിഞ്ഞ ആഴ്ചയിലാണ് ഇവിടുത്തെ തൊട്ടടുത്ത ഷോപ്പിൽ മൈക്കോട്ട് എന്നറിയപ്പെടുന്ന കിഡ് ഷോപ്പിൽ ജോലി ചെയ്തിരുന്ന അബ്ദുറഹ്മാൻ സാഹിബ് നമ്മെ വിട്ടു പിരിഞ്ഞുപോയി. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. നമ്മളൊക്കെ മരിക്കുമ്പോൾ ഈമാനോടുകൂടെ ഒരുപാട് സൽക്കർമ്മങ്ങളുമായി നെറ്റിത്തകത്തിൽ അധ്വാനത്തിന്റെ വിയർപ്പിന്റെ കണികകളുമായി മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നോമ്പുകാരനായി ധാരാളം പുണ്യങ്ങളിലായി ഈ റമദാനിനെ ശരിക്കും ഉപയോഗപ്പെടുത്തുന്ന സ്വാലിഹീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങളെല്ലാം പടച്ച റബ്ബ് നമുക്ക് പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദീനിനെ ഇഷ്ടത്തോടെ സ്വീകരിച്ച് മനസ്സറിഞ്ഞ ഇബാദത്തുകളിലും പ്രാർത്ഥനകളിലുമായി മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്കെല്ലാം വിശാലമായ ഹൃദയത്തിന്റെ അവസ്ഥ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെയും കുടുംബത്തെയും അള്ളാഹു സ്വാലിഹീങ്ങളാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കച്ചവടത്തിലും ജോലിയിലും വരുമാനങ്ങളിലും എല്ലാം അള്ളാഹു ഖൈറും ബറക്കത്തും അധികരിപ്പിച്ച് നൽകുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ എല്ലാ സൽക്കർമ്മങ്ങളും നീ സ്വീകരിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളെ സഹായിക്കണമേ. മുസ്ലിമായതിന്റെ പേരിൽ പ്രയാസപ്പെടുന്നവർക്കെല്ലാം നീ ആശ്വാസം നൽകണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. اللهم انصر إخواننا المسلمين في كل مكان. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد والحمد لله رب العالمين.